ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ എപ്പോഴും നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് നമ്മളെ ലൈഫിൽ അതേ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ലൈഫ് സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു പല വീഡിയോസിലും പലതിലും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പം റെസ്പോൺസിബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിളായിട്ട് ഇരിക്കുക, വൈഫിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കുക, അതുപോലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നുപോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി പറയാൻ മറക്കരുത്, ഈഗോ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ത്തിന് ഉപരിയായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ, എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയിട്ടില്ല എന്താണെന്നറിയോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുക. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ഈഗോ വെച്ച് നിൽക്കുന്നില്ലേ, അതല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് മറ്റാൾ ചിന്തിക്കുമ്പം, അല്ല നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ സ്നേഹിക്കുന്നു മറ്റാൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അവിടെയൊന്നും ഒരിക്കലും ഒരു ഈക്വാലിറ്റിയും പറഞ്ഞ് നമ്മൾ നിൽക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് അങ്ങനെ ഇരിക്കുകയാണ്, വൈഫിനോട് അളവറ്റ സ്നേഹം ഉണ്ടെങ്കിൽ വൈഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ടാവും ആ വ്യക്തി. അത് ചിലപ്പോൾ പലർക്കും കാണുമ്പോൾ ഇവനാര് ഇവന് നട്ടലില്ലേ തോന്നാം, പക്ഷെ അത് ഭാര്യയോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമായിരിക്കാം ചിലപ്പോൾ. അവൾ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള തോന്നൽ. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഭാഗത്തെ തെറ്റെങ്കിൽ പോലും മറ്റാൾ ഓടി വന്നിട്ട് അവൾ സോറി പറയുന്നതിനേക്കാളും മുമ്പിൽ, അല്ലെങ്കിൽ അവൻ സോറി പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ സോറി പറയത്തേന്ന്, എനിക്കിങ്ങനെ വിട്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ശ്വാസം വിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് നിൽക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി അയ്യോ ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലംസും നമുക്ക് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റില്ല.